അനുമോളുടെ PR വന്ന വഴി കറക്റ്റായിട്ട് ഇന്ന് രാത്രി അവസാനിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അനുമോള് പറഞ്ഞതും അതായത് അനുമോള് ശൈത്യയോട് പറഞ്ഞ കഥയും പുറത്ത് നടക്കുന്ന കഥയും രണ്ടും രണ്ടാണല്ലോ അളിയ. അപ്പോൾ നമുക്ക് എന്തായാലും ശരി, അനുമോള് പറഞ്ഞ കഥ എന്താണെന്ന് പറയാം. പുറത്തെ കഥ അനുമോൾക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് അനുമോളെ അതിനകത്ത് ബ്ലെയിം ചെയ്യേണ്ട. അനുമോളുടെ വീട്ടുകാരെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ശരിക്കും പറഞ്ഞാൽ അനുമോള് പറഞ്ഞ കഥ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇതെനിക്ക് കുറെ കോൾസ് ഒക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആൾക്ക് കൊടുക്കണം എന്ന് അനുമോളോട് പഴയ മത്സരാർത്ഥികളൊക്കെ പറഞ്ഞു. പഴയ മത്സരാർത്ഥികളൊക്കെ ഇവിടെ പിടിച്ചു നിന്നത് ഈ പറയുന്ന വ്യക്തിയുടെ PR വഴിയിട്ടാണ്. അങ്ങനെ അനുമോളും ഈ പറയുന്ന വ്യക്തിയെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ച എമൗണ്ട് ആണ് 15 ലക്ഷം. അപ്പോ അനുമോള് പറഞ്ഞു, ഇല്ല അത്രയും തരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ തരാൻ പറ്റും, അത് പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്റ്റോപ്പ് ചെയ്തു പോയി. അപ്പൊ അനുമോള് വീണ്ടും മുന്നോട്ട് ദിവസങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ പോയ സമയത്ത് എല്ലാവരും വീണ്ടും അനുമോളോട് ചോദിക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം ബിഗ് ബോസിൽ അത് കട്ട് ചെയ്തിടാനും ഒക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ അനുമോൾക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ വീണ്ടും വിളിച്ചതായിട്ട് അനുമോള് പറയുന്നുണ്ട്. വീണ്ടും വിളിച്ചപ്പോഴെങ്ങാണ്ടാണ് ഈ 1 ലക്ഷത്തിന്റെ കേസ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന PR വ്യക്തി പറഞ്ഞത് ഇത് പറ്റത്തില്ല, പക്ഷെ എങ്കിലും നോക്കാം. അപ്പോൾ അന്നേരം ആ വ്യക്തി പറഞ്ഞു, ഒരു സമയം ഒരാളുടെ PR മാത്രമേ താൻ എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോള് പറഞ്ഞു, എന്നാ ഒരു കാര്യം തൻ്റെ കൂടെ തന്നെ വേറെ വ്യക്തികളുടെ എടുത്തോളൂ, തനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നാ നോക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ ആളെ വിളിച്ചിട്ടേ ഇല്ല എന്നാണ് അനുമോള് പറഞ്ഞത്. പിന്നെ ഈ ഇവിടേക്ക് എത്തുന്നതിന് 3-4 ദിവസം മുന്നേയൊക്കെയാണ് വീണ്ടും അങ്ങനെയൊരു സംസാരം ഉണ്ടാകുന്നത്. പക്ഷേ അത് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. ആ പറഞ്ഞതിനകത്ത് ഇവിടെ വന്ന് മത്സരിക്കാൻ വരുന്ന ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്.